ലേണിഫൈ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മൊഡ്യൂൾ 3-ലെ ഗ്യാസ് വെൽഡിംഗ് എന്ന ടോപ്പിക്കിലെ കെമിസ്ട്രി ഓഫ് ഓക്സി അസെറ്റിലിൻ ഗ്യാസ് ഫ്ലെയിംസ് എന്ന ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. Oxyacetylene flame is produced by the combustion of a mixture of oxygen and acetylene in various proportion. എന്ന് വെച്ചാൽ ഓക്സിജൻ അസെറ്റിലിൻ ഫ്ലെയിം നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഓക്സിയാസെറ്റിലിൻ ഫ്ലെയിം ഓക്സിജനും അസെറ്റിലിനും ചേർന്നിട്ടുള്ള മിശ്രിതം, അതിൻ്റെ ജ്വലനഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം നമുക്ക് കിട്ടുന്നത്. The temperature and characteristics of the flame depends on the ratio of the two gases in the mixture. ഇതിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ ഫ്ലെയിമിൽ അടങ്ങിയിരിക്കുന്ന നമ്മൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അസെറ്റിലിനും ഓക്സിജനും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താവും? വലിയ ഒരു ഫ്ലെയിമായിട്ട് കിട്ടും അല്ലേ? വലിയൊരു ഫ്ലെയിം കിട്ടും. അങ്ങനെ വലിയ ഫ്ലെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? കൂടുതൽ തിക്നെസ്സുള്ള മെറ്റലുകളൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഇന്നർ കോണുണ്ട് അല്ലേ? ഇന്നർ കോണുണ്ട്, അതേപോലെ ഒരു ഔട്ടർ എൻവലപ്പും ഉണ്ട് അല്ലേ? സെക്കൻഡറി കമ്പൻഷൻ എന്ന് പറയാം. ഒരു ഔട്ടർ എൻവലപ്പും ഉണ്ട്. കോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളെ പ്രൈമറി കമ്പസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നർ കോൺ ഉണ്ടാകുന്നത് അല്ലേ? പ്രാഥമിക ജ്വലനം. പ്രൈമറി കമ്പസ്റ്റിൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ജ്വലനം. ഈ ഇന്നർ കോണിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് നമ്മളെ ഏറ്റവും ഹോട്ടസ്റ്റ് പോയിൻ്റ് ഉണ്ടാവുക. ഇന്നർ കോണിൻ്റെ ഒരു 5 mm അടുത്തായിട്ടായിരിക്കും ഏകദേശം ഉണ്ടാവുക. അതായത് 3000 ഡിഗ്രി ടു 3200 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് എന്തുണ്ടാവുക? നമ്മുടെ ഈ ഒരു ഹോട്ടസ്റ്റ് പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഒരു PSC ക്വസ്റ്റ്യനാണ്. ഇന്നർ കോൺ ഏറ്റവും ഹോട്ടസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിഗ്രേഡ് ആണെന്നുള്ളത്. അപ്പോൾ 3000 ടു 3200 സെൻറ്റിഗ്രേഡാണ് നമ്മൾ ഹോട്ടസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കമ്പസ്റ്റിൻ റേഷ്യോ ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിലിൻ. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റിൻ ബേണിംഗ് 1 വോളിയം ഓഫ് അസെറ്റിലിൻ റിക്വയർസ് 2.5 വോളിയം ഓഫ് ഓക്സിജൻ. അതായത് മുഴുവനായിട്ട് ജ്വലിച്ചു തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? 1 വോളിയം ഓഫ് അസെറ്റിലിന് എത്രയാ? 2 വോളിയം ഓഫ് എന്ത് വേണം? ഓക്സിജൻ വേണം. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. അസെറ്റിലിന് 1 ലിറ്റർ, അതേപോലെ ഓക്സിജൻ 2.5 ലിറ്റർ വേണം. അതായത് ഒരു ലിറ്റർ അസെറ്റിലിന് കത്തിത്തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? 2.5 ലിറ്റർ ഓക്സിജൻ വേണം. അടുത്തായിട്ട് ഈക്വൽ വോളിയം ഓഫ് അസെറ്റിലിൻ ആൻഡ് ഓക്സിജൻ ആർ സപ്ലൈഡ് ഫ്രം ദി ബ്ലോ പൈപ്പ് ടു പ്രൊഡ്യൂസ് എ ന്യൂട്രൽ ഫ്ലെയിം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെയിം റേഷ്യോയിലാണ് നമ്മൾ അസെറ്റിലിനും അതേപോലെ ഓക്സിജനും നമ്മളെ ബ്ലോ പൈപ്പ് വഴി പുറത്തിയിട്ട് നമ്മൾ സപ്ലൈ ആക്കുന്നത്. എന്തായി? നമുക്ക് ഒരു വോളിയം ഓഫ് അസെറ്റിലിനും 1 വോളിയം ഓഫ് ഓക്സിജനും എന്തായി? നമ്മൾ ഈ ബ്ലോ പൈപ്പ് വഴി പുറത്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പസ്റ്റിൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇനി 1.5 ഓക്സിജൻ കൂടെ നമുക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു കമ്പസ്റ്റിൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവുള്ളൂ? സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടും? ഇതവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് ടേക്സ് ഫ്രം സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ അല്ലേ? അതായത് എവിടെ നിന്ന് നമുക്ക് കിട്ടുക?
നമ്മളെ ഈ അറ്റ്മോസ്ഫിയർ കിട്ടും അല്ലേ, അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ നമ്മൾ വലിച്ചെടുക്കുക ചെയ്യുക 1.5. അപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നാണ് കിട്ടുക. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി കമ്പസ്റ്റൻ എന്ന് പറയാം അല്ലേ. അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് 1 വോളിയം ഓഫ് അസെറ്റിലിൻ കമ്പൈൻസ് വിത്ത് 2.5 വോളിയം ഓഫ് ഓക്സിജൻ ആൻഡ് ബേൺസ് ടു ഫോം 2 വോളിയംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 1 വോളിയം ഓഫ് വാട്ടർ വേപ്പർ പ്ലസ് ഹീറ്റ്. 1 വോളിയം ഓഫ് അസെറ്റിലിനും അതുപോലെ 2.5 വോളിയം ഓഫ് ഓക്സിജനും തമ്മിൽ ബേൺ ചെയ്തിട്ട് എന്തുണ്ടാവും, 2 വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും 1 വോളിയം ഓഫ് വാട്ടർ വേപ്പറും ഹീറ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, രാസവാക്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ അസെറ്റിലിൻ്റെ രാസവാക്യം എന്ന് പറയുന്നത് എന്താണ്, C2H2 ആണ്. അപ്പോൾ അത് കുറേ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, അസെറ്റിലിൻ്റെ രാസവാക്യം എന്താണെന്നുള്ളത് കുറേ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, C2H2. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, ഫസ്റ്റ് 1 വോളിയം ഓഫ് അസെറ്റിലിൻ അല്ലേ, 1 വോളിയം ഓഫ് അസെറ്റിലിന് അതിവിടെ നമ്മൾ ഈ രാസവാക്യത്തിൽ എഴുതുന്ന സമയത്ത് എന്താക്കണം, അത് ഡബിളാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ എഴുതാറ്. അപ്പോൾ 1 വോളിയം ഓഫ് അസെറ്റിലിൻ എന്നുള്ളത് 2C2H2. അപ്പോൾ അസെറ്റിലിനായി പ്ലസ് എന്താ നമുക്കുള്ളത് 2.5 വോളിയം ഓഫ് ഓക്സിജൻ, 2.5 വോളിയം ഓഫ് ഓക്സിജൻ ഇവിടെ 5O2 ഇട്ടു. അത് നമ്മൾ ബേൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ, 4CO2 കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടും. അതേപോലെ 2H2O 1 വോളിയം ഓഫ് വാട്ടർ വേപ്പറിൻ്റെ രാസവാക്യം പഠിക്കുക പ്ലസ് ഹീറ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രാസവാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, കാരണം ഇത് നമുക്ക് PSC എക്സാമിന് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രൈമറി കമ്പസ്റ്റനാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. 1 വോളിയം ഓഫ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് 1 വോളിയം ഓഫ് അസെറ്റിലിൻ ത്രൂ ദി ബ്ലോ പൈപ്പ് ആൻഡ് ബേൺസ് ഫ്രം 2 വോളിയം ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചു തന്ന ഫിഗറിൽ നമ്മളെ ഈ പ്രൈമറി കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഈ 1 വോളിയം ഓഫ് ഓക്സിജനും അതേപോലെ 1 വോളിയം ഓഫ് അസെറ്റിലും വെച്ചിട്ടാണ് അത് കമ്പസ്റ്റൻ നടക്കുക, പുറത്തേക്ക് ആ ഒരു ഫയർ വരിക. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഇന്നർ കോൺ ഉണ്ടല്ലോ, ആ ഇന്നർ കോണാണ് ഈ പ്രൈമറി കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബ്ലോ പൈപ്പിലൂടെ അതേ വരിക എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മളത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, 2 വോളിയം ഓഫ് കാർബൺ മോണോക്സൈഡും ആൻഡ് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഹീറ്റും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ രാസവാക്യം പഠിച്ചു വെക്കുക. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും. അതേപോലെ ഇതാക്കണം C2H2 പ്ലസ് O2. നമ്മൾ ഇപ്പോൾ ഈ 1 അസെറ്റിലിനും 1 ഓക്സിജനും നമ്മൾ ബേൺ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 2CO പ്ലസ് H2 പ്ലസ് ഹീറ്റ്. CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്ലസ് ഹീറ്റാണ് നമുക്ക് പ്രൈമറി കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അടുത്തതായി ഇനി നോക്കാനുള്ളത് സെക്കൻഡറി കമ്പസ്റ്റനാണ് നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 2 വോളിയം ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് 1 വോളിയം ഓഫ് ഹൈഡ്രജൻ. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്, പ്രൈമറി കമ്പസ്റ്റനിന്ന് നമ്മൾ ഓൾറെഡി പുറത്തിട്ട് വന്നതാണ്. ആ ഒരു 2 വോളിയം ഓഫ് കാർബണും മോണോക്സൈഡും ആൻഡ് 1 വോളിയം ഓഫ് ഹൈഡ്രജനും. അതിപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞു
പ്രൈമറി കമ്പസ്റ്റനിൽ അത് പറഞ്ഞു, അത് പുറത്തിട്ട് വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണത്, കമ്പൈൻ വിത്ത് 1.5 വോളിയം ഓഫ് ഓക്സിജൻ ഫ്രം ദി സറൗണ്ടിങ് എയർ ആൻഡ് ബേൺ. അതായത് ഇപ്പോൾ നമ്മൾ ആ സറൗണ്ടിങ്ങിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള 1.5 വോളിയം ഓഫ് ഓക്സിജനും വെച്ചിട്ട് ആ ഒരു ഫ്ലെയിം ആ ഒരു ഇത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2 വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ആൻഡ് 1 വോളിയം ഓഫ് വാട്ടർ വേപ്പറുമാണ് നമുക്ക് എന്താവുക, അത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. അതിൻ്റെ സൂത്രവാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അതിൻ്റെ രാസവാക്യം നോക്കുകയാണെങ്കിൽ നമുക്കെന്താണ്, ഫസ്റ്റ് 2 വോളിയം ഓഫ് കാർബൺ മോണോക്സൈഡ് പ്ലസ് 1 വോളിയം ഓഫ് ഓക്സിജൻ അല്ലേ, 2 CO2 പ്ലസ് O2. അത് ബേൺ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ അടുത്തത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, 2H2 പ്ലസ് O2. എല്ലാവർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ മനസ്സിലാവാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ട് മനസ്സിലാക്കുക.